ദാരുണമായ അവസാന കാലഘട്ടത്തിലെ അന്ത്യം എങ്ങനെയാണ് അസ്മാ ബീവി എന്ന ഉമ്മ അതിനെ നേരിട്ടത് എന്ന് പഠിപ്പിക്കുന്ന സധൈര്യം ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത ഉമ്മയെ സ്വഹീഹ് മുസ്ലിമിലെ ദീർഘമായ പേജുകളോളം നമുക്ക് ഓതാൻ കഴിയുന്ന ഹദീസാണത്. അന്നൽ ഹജ്ജാജ ഹീന സ്വലബ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വവളഅഹു അലാ ജിദ്ഇൻ ഫീ അഖബത്തിൽ മദീന. അഖബത്തുൽ മദീന എന്ന് പറയുന്നത് മക്കയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അഖബത്തുൽ മദീന അത് മദീനയിലല്ല, മക്കയിലാണ്. വഹുവ മൗദിഉൻ ഫീ മക്ക. അഖബത്തുൽ മദീനയിൽ അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ മഹാനവറുകൾ മക്കയുടെ ഗവർണറായിരുന്നു. ഖലീഫയായി അവരോധിക്കപ്പെട്ടപ്പോ അതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇറാഖിന്റെ ഗവർണറായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി മക്കയിലേക്ക് മാർച്ച് ചെയ്തു വന്ന് മഹാനവറുകളെ കീഴടക്കുകയും ദാരുണമായി കൊല ചെയ്യുകയും ചെയ്തൊരു നേരം, അന്ന് കണ്ണുപോലും കാണാതെ 90 വയസ്സ് കഴിഞ്ഞ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു വിഷയത്തെ നേരിട്ടത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ കഴിയും. അസ്സലാമു അലൈക യാ അബാ ഖുബൈബ്, അസ്സലാമു അലൈക യാ അബാ ഖുബൈബ്. അഖബത്തുൽ മദീന എന്ന് പറയുന്ന മക്കയുടെ ഒരു തെരുവിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന മദീനയിൽ ആദ്യം ജനിച്ച മുഹാജിറുകളുടെ മോനാണ്. മദീനയിൽ ആദ്യമായി ഹിജ്റ കഴിഞ്ഞു വന്നപ്പോ മക്കക്കാരായ മുഹാജിറുകളിൽ മക്കയിൽ നിന്ന് വന്നവരിൽ മദീനയിൽ ജനിച്ച ആദ്യത്തെ മോനാണിത്. ആ മോനെ കൊല ചെയ്യുക മാത്രമല്ല, ഒരു കുരിശിൽ തറക്കുകയും അങ്ങനെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് തിരിച്ചു പോകുന്നത്. ആ ക്രൂരനായ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫ് മുസ്ലിമായിരുന്നു. ശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾക്ക്, നമ്മൾ അറബി ഭാഷയിലെ അക്ഷരങ്ങൾക്ക് കുത്തും പുള്ളിയുമൊക്കെ കൊടുത്തത് ഇദ്ദേഹമാണ്. പക്ഷേ വലിയ ക്രൂരനായിരുന്നു. ഒരുപാട് ആളുകളെ, നിരപരാധികളെ കൊന്നുകളഞ്ഞ ആളാണ്. അല്ലാഹു ഹസീബുഹു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവർ മക്കയുടെ ഈ അഖബത്തുൽ മദീനയിലൂടെ, അഖബത്തുൽ മദീന എന്നറിയുന്ന മക്കയുടെ തെരുവിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇങ്ങനെ നടക്കുമ്പോ ജീവനില്ലാതെ കിടക്കുന്ന, കൊല ചെയ്യപ്പെട്ടതിന് ശേഷം മറവ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ കുരിശിൽ തറക്കുകയാണ് ഉണ്ടായത്. ആ മയ്യിത്തിനോട് നോക്കി അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, അസ്സലാമു അലൈക യാ അബാ ഖുബൈബ്, അസ്സലാമു അലൈക യാ അബാ ഖുബൈബ്, അസ്സലാമു അലൈക യാ അബാ ഖുബൈബ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. അമാ വല്ലാഹി കുൻതു അൻഹാക അൻ ഹാദാ, അമാ വല്ലാഹി ലഖദ് കുൻതു അൻഹാക അൻ ഹാദാ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോ ഇങ്ങനെ സംഭവിക്കുമെന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നില്ലേ? അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, നിങ്ങൾ ഇതിനിറങ്ങരുത് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മഹാനായ ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ നോക്കിയിട്ട് ഇങ്ങനെ ആ കുരിശിൽ കിടക്കുന്ന നേരത്ത് ഇങ്ങനെ പറയുകയാണ്, റളിയല്ലാഹു അൻഹു, അമാ വല്ലാഹ് ഇൻ കുൻതു മാ അലിംതുക ഇല്ലാ സവ്വാമൻ ഖവ്വാമൻ വസൂലൻ ലിർറഹിം. അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, നിങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്നത് സവ്വാമ, ഒരുപാട് നോമ്പെടുത്തിരുന്ന ആളായിരുന്നു നിങ്ങൾ. ഖവ്വാമ, രാത്രി നിന്ന് നിസ്കരിച്ചിരുന്നവരായിരുന്നു നിങ്ങൾ. വസൂലൻ ലിർറഹിമി, കുടുംബ ബന്ധങ്ങളെ ചേർത്തി വെച്ചവരായിരുന്നു നിങ്ങൾ. അങ്ങനത്തെ നിങ്ങൾ ഏറ്റവും മോശക്കാരനാണെന്ന് പറഞ്ഞ് നിങ്ങളെ കുരിശിൽ തറച്ചവരോട് എനിക്ക് പറയാനുള്ളത്, വല്ലാഹി വല്ലാഹി ലഉമ്മത്തുൻ അൻത അശർറുഹാ ഖൈറു ഉമ്മ. ഏതെങ്കിലും ഒരു സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആള് അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ നിങ്ങളാണെങ്കിൽ ഈ സമൂഹം ഏറ്റവും നല്ല സമൂഹമാണ്. കാരണം നിങ്ങളെപ്പോലത്തെ നല്ല ഒരാളെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ നോക്കി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇതും പറഞ്ഞങ്ങ് പോയത് കേട്ടപ്പോഴാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ചെവിയിലെത്തി.
അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ പുകഴ്ത്തി പറഞ്ഞു എന്ന് മാത്രമല്ല, ഖൈറു ഉമ്മ, ഈ ഉമ്മത്ത് നന്നായത് ഈ മഹാനെ കൊണ്ടാണ്, അങ്ങനത്തെ ഒരാൾക്ക് ഇത് സംഭവിച്ചല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇങ്ങനെ പോയി എന്നറിഞ്ഞപ്പോ ആ ഒരു കുരിശുപോലെ കെട്ടിയിരുന്ന മരക്കൊമ്പിൽ നിന്ന് മഹാനവറുകളെ താഴെ ഇറക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഇത് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിലെല്ലാം മറവ് ചെയ്തത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ യഹൂദികളെ മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ടാണ് മറവ് ചെയ്തത്. വലിയ മഹാനായിരുന്നു, പക്ഷേ ദാരുണമായ അന്ത്യമാണ് മഹാനവറുകൾക്കുണ്ടായത്. അത് അല്ലാഹുവിന്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. അവരുടെ മോശം കൊണ്ടല്ല. 4 ഖലീഫമാരിൽ സിദ്ദീഖ് എന്നവർ കഴിഞ്ഞാൽ ബാക്കി 3 ഖലീഫമാർ, ഉസ്മാൻ എന്നവര്, ഉമർ എന്നവര്, ഉസ്മാൻ എന്നവര്, അടിയാരിതങ്ങള് 3 പേരും ദാരുണമായി കൊല ചെയ്യപ്പെട്ടവരല്ലേ. അവർ മോശമായതുകൊണ്ടാണ്. അവർ ഖൈറുൽ ഉമ്മയല്ലേ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായവരല്ലേ. പക്ഷെ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ പറയാം അത് ആ കുരുത്തക്കേടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ ഉണ്ടായത്. അങ്ങനെയൊന്നുമില്ല. മുഅ്മിനായൊരു മനുഷ്യന് എന്ത് പരീക്ഷണവും വരും, എന്ത് രോഗവും വരാം, ഏത് തരത്തിലും അള്ളാഹു പരീക്ഷിക്കാം. സ്വഹാബികൾക്ക് എന്തൊക്കെ സംഭവിച്ചു. മഖാബിറുൽ യഹൂദ്, ജൂതന്മാരുടെ മഖബറയിൽ കൊണ്ടുപോയിട്ടാണ് മറവ് ചെയ്തതെന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ആരുടെ മോനാണെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബിൻത് അബീ ബക്കർ, അസ്മാ ബീവിയുടെ മോളാണ്. ആ മോളാണ് പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒളിച്ചുപാർത്ത് ഹിജറ ചെയ്യുമ്പോ തൗർ ഗുഹ എന്ന് പറയുന്ന ഗാർ തൗറിൽ ആരാരും അറിയാതെ സ്വന്തം ഉപ്പാക്കും ഹബീബായ നബി തങ്ങൾക്കും ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പൂർണ്ണ ഗർഭിണിയായിരിക്കെ മല കയറി പലതവണ കയറിയിറങ്ങിയ മോളാണ്, സിദ്ദീഖ് എന്നവരുടെ മോളാണ് ഈ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷേ ഈ സംഭവം നടക്കുമ്പോ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ദാരുണമായി കൊല ചെയ്യപ്പെടുമ്പോൾ മഹദി റളിയല്ലാഹു അൻഹയുടെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുമാർ പ്രായാധിക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പുണ്യ നബിയാണ്. ആ അസ്മാ ബീവിന്റെ പൊന്നുമോൻ മദീനയിൽ ജനിച്ചപ്പോ ഹിജറ നേരം അവർ ഗർഭിണിയാണ്. മദീനയിലെത്തി ആദ്യമായി പ്രസവിച്ച മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ. ആ കുഞ്ഞിന് പേരിടാനും മധുരം കൊടുക്കാനും ഹബീബായ നബി തങ്ങളെയാണ് ഏൽപ്പിച്ചത്. തങ്ങളാണത് ചെയ്തത്. ആദ്യമായി കുഞ്ഞിന്റെ വായിലേക്ക് കടന്നത് ഹബീബിന്റെ ഉമിനീരായിരുന്നു. അങ്ങനത്തെ മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അവരുടെ ഉപ്പയാണ് സുബൈർ ഇബ്നുൽ അവ്വാം, ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ട കൂട്ടുകാരനും ഏറ്റവും അടുത്ത ശിഷ്യനുമെന്ന് ചരിത്രം പറയുന്ന പുണ്യനബി തങ്ങൾ പേരിട്ട് വിളിച്ച ഹവാരിയു റസൂലില്ലാഹ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നിവരുടെ ഉപ്പയാണ് സുബൈർ ഇബ്നുൽ അവ്വാം. അവര് ഹബീബിന്റെ ഹവാരിയാണ്. അവരുടെ മോനാണിത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ. അസ്മാ ബീവിയുടെ മോനാണിത് എന്നറിയുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരുപാട് ആലിമീങ്ങളെ കൊന്നിട്ടുണ്ട്, ഒരുപാട് സ്വഹാബിമാർ, താബിഈങ്ങളെ. അസ്മാ ബീവിയോട് വരാൻ പറഞ്ഞു. എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. തന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അസ്മാ ബീവി പറഞ്ഞു, ലാ ആതി ഇലൈഹി, ഞാൻ വരില്ല എന്ന് അസ്മാ ബീവിയുടെ മറുപടി. അയാള് രാജാവിനെ പോലെ അധികാരമുള്ളവനാണ്. എന്റെ അടുത്ത് വരാൻ വേണ്ടി ആരെ? ഈ മോനെ കൊല ചെയ്തതിന് ശേഷം മോന്റെ ഉമ്മയെ വിളിക്കുകയാണ് ഹജ്ജാജ്. അപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത്, വല്ലാഹി ലാ ആതി ഇലൈഹി, ഞാൻ വരില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഭീഷണി, അസ്മാ നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പോലീസുകാരെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ഇത് കേട്ടപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത്, അപ്പോഴാണ് മഹദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ വല്ലാഹി ലാ ആതി. ഹജ്ജാജേ, നീ നിന്റെ ആളുകളെ മുഴുവൻ പറഞ്ഞയച്ചാലും നിന്റെ അരികത്തേക്ക് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. ആരാണ് എന്നെ പിടിച്ചു വലിക്കാൻ വരുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. മഹദിയുടെ മറുപടിയാണ്, ആരാ എന്നെ വലിക്കുന്നത്, വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് എന്ന് എനിക്കൊന്ന് കാണണം. ഇത് പറയുമ്പോ
അസ്മാ ബീവിക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. സിദ്ദീഖ് എന്നവരുടെയൊക്കെ മരണശേഷം കാലങ്ങൾക്ക് ശേഷം നടന്ന സംഭവമാണിത്. അന്ന് സിദ്ദീഖ് എന്നവർ ജീവിച്ചിരിപ്പില്ല, ഉമർ എന്നവരില്ല, ഉസ്മാൻ എന്നവരില്ല, അലിയാരിതങ്ങളില്ല, മുആവിയതങ്ങളില്ല. ആ ഒരു കാലഘട്ടം. ഇത് കേട്ടപ്പോ ഹജ്ജാജ് പേടിച്ചു. അയാൾ പറഞ്ഞു, എനിക്കെന്റെ ചെരുപ്പ് തരൂ എന്ന് പറഞ്ഞ് ചെരുപ്പ് ധരിച്ചിട്ട് അറൂനി സബ്തീതി, എന്റെ ചെരുപ്പ് തരൂ എന്ന് പറഞ്ഞ് ചെരുപ്പിട്ട് അസ്മാ ബീവിന്റെ അടുത്തേക്ക് മൂപ്പര് പോവുക ചെയ്തത്. അസ്മാ റളിയല്ലാഹു അൻഹ മക്കയിലാണ് താമസിച്ചത്. ചോദിച്ചു, ചോദ്യം ഭയങ്കര ചോദ്യം. ഹൽ സർറകി മാ സനഅനാ ബിഅദുവില്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവായ ആളെ നാം കൈകാര്യം ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? യാ അല്ലാഹ്. ആരെ അള്ളാഹുവിന്റെ ശത്രു എന്ന് പറയുന്ന അറിയോ? അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന സ്വഹാബിയെ. പറയുന്നതോ പിൻഗാമിയായി വന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ക്രൂരനായ ഭരണാധികാരി. ആരോടായി ചോദ്യം? സ്വഹാബിയത്തായ സിദ്ദീഖ് എന്നവരുടെ മോളുമായ ഈ അബ്ദുല്ലാഹി തങ്ങളുടെ ഉമ്മയായ അസ്മാ ബീവിയോട്. മഹദി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, വല്ലാഹി ഇൻ കുൻത അഫ്സത്ത അലൈഹി ദുനിയാ, ഹജ്ജാജേ, എന്റെ മോന്റെ ഐഹികമായ ജീവിതം നിനക്ക് നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ശരിയാണ്. ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കേണ്ട എന്റെ മോനായിരിക്കാം. ആ മോൻ അല്ലാഹുവിന്റെ ഖളാ നടന്നത് നിന്നിലൂടെയാണ്. എന്റെ മകൻ മരിച്ചു എന്നത് ശരി തന്നെ. അവന്റെ ദുനിയാവ് നിനക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ശരി തന്നെയാണ്. ഫലഖദ് അഫ്സദ അലൈക ദീനക, എന്നാൽ ഹജ്ജാജേ, നിന്റെ ദീനാണ് എന്റെ മകൻ തിരിച്ചു നശിപ്പിച്ചത്. നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമ എന്നറിയപ്പെട്ട മഹദിയാണിത്. 2 ബെൽറ്റ്. ദാത്തുൻ നിതാഖൈൻ, അത് പുണ്യനിബിതങ്ങളിട്ട പേരായിരുന്നു. അസ്മാ ബീവിക്ക് ഇഷ്ടമുള്ള പേരായിരുന്നു. ആ പേര് വെച്ച് ഹജ്ജാജ് കളിയാക്കാൻ തുടങ്ങി. ബലഗനി അന്നകി തഖൂലു ലഹു യബ്ന ദാത്തൻ നിതാഖീൻ, യബ്ന ദാത്തിൻ നിതാഖീൻ. ഹജ്ജാജ് ഇബ്നു യൂസുഫേ, എന്റെ മകനെ നോക്കി ദാത്തുൻ നിതാഖീനിന്റെ മോനല്ലേ നീ എന്ന് നീ കളിയാക്കി പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ നീ അറിയണേ, എന്റെ 2 ബെൽറ്റിൽ പെട്ട ഒരു ബെൽറ്റ് ഒരു തോലിന്റെ ബെൽറ്റായിരുന്നു. അത് വീതിയുള്ളത്. അരപ്പട്ടയായ ഒരു പെണ്ണ് വസ്ത്രം കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആ ഒരു ബെൽറ്റ് മഹദി റളിയല്ലാഹു അൻഹ ഗാർ സൗറിന്റെ മുകളിൽ പുണ്യനിബിതങ്ങൾ 3 ദിവസം ഒളിച്ചു താമസിച്ചപ്പോൾ ഹബീബായ നിബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പോകുന്ന പോക്കിൽ ഭക്ഷണം വീഴാതിരിക്കാൻ ഒരു കയറ് നോക്കുമ്പോ പിടിച്ചു കെട്ടാൻ ഒരു കയറ് കിട്ടാതെ വന്നപ്പോ അരയിലുള്ള ബെൽറ്റ് 2 പാതിയാക്കി ചീന്തിയെടുക്കുകയും അതിൽ ഒരു പാതി കൊണ്ട് ഭക്ഷണം കെട്ടിവെക്കുകയും മറ്റേ പാതി വസ്ത്രം കെട്ടുകയും ചെയ്തതിന്റെ പേരിൽ 2 ബെൽറ്റിന്റെ ഉടമസ്ഥയാണ് എന്നർത്ഥമുള്ള പേരാണ് ദാത്തുൻ നിതാഖൈൻ. എന്റെ അള്ളാഹുവിന്റെ റസൂലിന് ഞാൻ സേവനം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു എനിക്കിട്ട പേരാണിത്. ആ പേര് നീ കളിയാക്കുകയാണല്ലേ? ഫകൈഫ തുഈറു ബിഹാദിഹിൽ ഫളീല, ഞാൻ പുണ്യനബിക്ക് ചെയ്ത ഈ സേവനത്തിന് അള്ളാഹുവിന്റെ ഹബീബ് എനിക്കിട്ട പേരാണിത്. ആ പേര് വെച്ച് എന്റെ മോനെ കളിയാക്കുകയാണോ എന്ന് ഹജ്ജാജിനോട് തിരിച്ചു ചോദിക്കുകയായിരുന്നു മഹദി. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞിട്ടൊരു ഹദീസ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. വലഖദ് സമിഅ്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നഹു സയകൂനു ഫീ സഖീഫിൻ കദ്ദാബുൻ വമുബീർ. സഖീഫ് ഗോത്രത്തിൽ, ഹജ്ജാജിന്റെ ഗോത്രമാണത്, സഖീഫ് ഗോത്രത്തിൽ കദ്ദാബുൻ വമുബീർ, നുണ പറയുന്ന, പച്ച നുണ പറയുന്ന ഒരു വലിയ കള്ളൻ വരാനുണ്ട്. വമുബീർ, ആളുകളെ കൊല ചെയ്യുന്ന ആളും വരാൻ പോകുന്നുണ്ട് എന്ന് പുണ്യനബിയുടെ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഫഅമ്മൽ കദ്ദാബ് ഫഖദ് അറഫ്നാ, പ്രവാചകത്വം വാദിച്ചു വന്ന സഖീഫിൽപ്പെട്ട ആളാണ് അൽ മുഖ്താർ ഇബ്നു അബി ഉബൈദത്ത് അസ്സഖഫി. അയാൾ കള്ളപ്രവാചകനായിരുന്നു. ആ മുഖ്താർ സഖീഫിലൂടെ വന്ന കള്ളനാണെങ്കിൽ വഅമ്മൽ മുബീർ, ജനങ്ങളെ കൊല ചെയ്യുന്ന
കൊലപാതകങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളെന്ന് നബി തങ്ങൾ പറഞ്ഞ ആ മനുഷ്യൻ, ആ പ്രവചനം, അത് ഫവല്ലാഹി മാ അഹ്സിബുഹു ഇല്ലാ അൻത, അത് നിന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഹജ്ജാജിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ധീര വനിതയാണ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. ഇത് കേട്ടപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അസ്മാ ബീവിന്റെ ഹദറത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്തത് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. വസ്ത്രവും വലിച്ചുകൊണ്ടാ ഓടിയത്. ജിഇനാ ലിനുഅല്ലിമഹാ ഫഅല്ലമത്നാ, അസ്മാ ബീവി ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു വന്നതാണ്. ബീവി എന്നെയാണ് പാഠം പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആ മഹദിയുടെ ആത്മധൈര്യത്തിന്റെ ഒരു വശമാണ് പറയാൻ പോകുന്നത്. ഉമ്മമാരെ, പെൺകുട്ടികളെ, തിന്മയുടെ അവസരങ്ങൾ വരുമ്പോൾ, ഹറാമിലേക്ക്, തിന്മകളിലേക്ക് അവസരങ്ങൾ വരുമ്പോൾ ഞാനില്ല എന്ന് ചെങ്കൂറ്റത്തോടെ പറയാൻ പോലും മടി കാണിക്കുന്നൊരു സമയത്താണ് ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി അടിപതറാതെ പിടിച്ചു നിന്ന ഒരു മഹദിയുടെ ചരിത്രം നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് മാതൃകയാവണം. ഇത് സ്വഹാബിയത്താണ്. എല്ലാ ഹബീബിന്റെ അനുയായികളും ആകാശലോകത്തെ നക്ഷത്രങ്ങളെപ്പോലെ ഇരുട്ടിൽ വഴി കാണിക്കുന്നവരാണ്. ഈ സ്വഹാബിയത്തുകളുടെയും സ്വഹാബിമാരുടെയും ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നവയാണ്. ബീവി റളിയല്ലാഹു അൻഹ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന കാലം, മക്കയുടെ അധികാരത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായ നേരം, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ മക്കയുടെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുകയും എന്നാൽ അത് ഇഷ്ടപ്പെടാതിരുന്ന അമവി ഭരണാധികാരികൾ മഹാനവറുകളെ പിടിച്ചുകെട്ടാൻ വേണ്ടി വന്നതാണ് ഈ സന്ദർഭം, ഈ സംഭവം നടക്കുന്നത്. മക്കയാകമാനം ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈന്യം വന്ന് വളഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് ഉറപ്പായി മസ്ജിദുൽ ഹറാമിന് ചുറ്റും മസീഹുദ് ദജ്ജാലിന്റെ പട്ടാളക്കാർ. ആ സമയം കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യുകയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ. ഹറമിന്റെ ഉള്ളിൽ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ, വിശുദ്ധമായ അൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ ഇബാദത്തിൽ വർഷങ്ങളോളം കഴിഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനായിരുന്നു. അറിയണേ, ഹബീബ് വഫാത്താകുമ്പോൾ 10 വയസ്സാകുന്നേ ഉള്ളൂ ഈ കുഞ്ഞിന്. പുണ്യനബി വഫാത്താകുമ്പോ യാ ഉമ്മാ, എന്റെ ഉമ്മ അസ്മാ ബീവിയെ വിളിക്കുകയാണ്. മഹാനായ അസ്മാ ബീവി, മഹദിയായ അസ്മാ ബീവിയെ വിളിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ, ഉമ്മാ അൻതി തറൈനൽ ആൻ വഖദ് ഹാസുറനി അൽ അദു, ശത്രുക്കൾ ഒന്നാകെ എന്നെ പിടിമുറുക്കിയിരിക്കുകയാണ്, എന്നെ വന്ന് വളഞ്ഞിരിക്കുകയാണ്, ഉമ്മ കാണുന്നില്ലേ? വഖല്ല മൻ മഈ മിനൽ ജുൻദി, എന്റെ കൂടെ സൈന്യം വളരെ കുറച്ചേ ഉള്ളൂ. വലാ ബുദ്ദ മിനൽ ഹസീമ, പരാജയം ഉറപ്പാണുമ്മ. ഫമാ റഅയുകി, ഉമ്മയുടെ അഭിപ്രായം എന്താണ്? അൻ അസ്തസ്ലിമ ലഹും വഅദഅൽ ഖിതാൽ, ഒരു യുദ്ധം നടക്കാതെ അവർക്ക് ഞാൻ കൈകെട്ടി അനുസരിച്ചു കൊടുക്കണമോ, കീഴടങ്ങണമോ? ഉമ്മ, അതല്ല ഞാൻ യുദ്ധം ചെയ്യണമോ? എന്താണ് ഉമ്മ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ. ശുദ്ധ ഹറം കണ്ട വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു അത്. ചരിത്രം പോലും കരഞ്ഞു പോകുന്ന അനുഭവമാണിത്. ബീവി റളിയല്ലാഹു അൻഹ, കണ്ണു കാണാത്ത ഉമ്മ, സ്വന്തം മകനെ ജീവനോളം സ്നേഹിച്ച ആ ഉമ്മ മോനോട് പറഞ്ഞു കൊടുക്കുന്നത് കേവലം ഭൗതികതയുടെ ലാഭമല്ല, പരലോക ലാഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നമാ തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ് മോനെ നീ ത്യാഗം ചെയ്യുന്നതെങ്കിൽ, നിന്റെ പോരാട്ടമെങ്കിൽ, ഫലാ യസഉക അൻ തതഖല്ലഫ അനിൽ ഖിതാൽ മാ ദാമത് റൂഹുക ഫീ ജസദിക്, മോനെ നിന്റെ ശരീരത്തിൽ റൂഹ് നിലനിൽക്കുന്ന കാലത്തോളം നീ പിന്മാറാൻ പാടില്ല. ഒരിക്കലും പിന്മാറുന്നത് നിനക്ക് ഭൂഷണമല്ല. അല്ലാഹുവിന് വേണ്ടിയാണ് നീ പിടിച്ചു നിൽക്കുന്നതെങ്കിൽ ഇന്നിന് കീഴടങ്ങണം. വഇൻ കുൻത തുഖാതിലു ഫീ സബീലിദ് ദുനിയാ, വെറും ഒരു അധികാരവും സമ്പത്തും കിട്ടാനാണ് മോനെ നീ യുദ്ധം നടത്തുന്നതെങ്കിൽ, ഫബിഇസൽ അബ്ദു അൻത്, നീ എന്തൊരു മോശപ്പെട്ടവനാണ്.
എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ പറഞ്ഞു, ഉമ്മാ, ഞാൻ അല്ലാഹുവിന് വേണ്ടിയാണ് ത്യാഗം ചെയ്യുന്നത്. വല്ലാഹി യാ ഉമ്മാ മാ ഖുൽതു ദാലിക ഇല്ലാ ലിഅഖ്തബിറ സബ്റക വഖദ് അറഫ്തു ഉമ്മാ, അങ്ങേക്ക് ക്ഷമിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. ഞാൻ ഒരിക്കലും ശത്രുവിന് കീഴടങ്ങുന്നവനല്ല എന്ന് പറഞ്ഞ് മഹദി റളിയല്ലാഹു അൻഹ ആ മോനെ തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ അബ്ദുല്ലാഹിബ്നു സുബൈറെ, നീ ആൺകുട്ടിയാണെങ്കിൽ ധീരമായി പോരാടി മരിക്കണം. നിന്റെ അന്തസ്സുള്ള രക്തസാക്ഷിത്വമാണ് ഉമ്മ പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞു, ഉമ്മ, എനിക്കതിന് പേടിയില്ല. ഞാൻ ഭയപ്പെടുന്നത് എന്നവരെ വധിക്കുമെന്ന് ഉറപ്പാണ്. ആ വധം കഴിഞ്ഞാൽ അവനെന്റെ ശരീരം ഇഞ്ചിഞ്ചായി കീറി മുറിക്കും. അതെനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോ അസ്മാ ബീവി കൊടുത്ത മറുപടിയുണ്ട്, മോനെ, ഒരാടിനെ അറുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തോലഴിക്കുമ്പോ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച ഉമ്മയാണിത്. മോനെ, മൗഇദുനാ അൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം മോനെ എന്ന് പറഞ്ഞ് നെറ്റിയിൽ ഉമ്മ വെച്ച് ധീരമായി സത്യത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി പോരാടാൻ പറഞ്ഞ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരെ പറഞ്ഞേക്കുന്നു. എന്തൊരു വലിയ ധീരതയാണിത്! ഇത് ഈ ഉമ്മത്തിലെ വനിതകളാണ്. ഈ ഉമ്മത്തിലെ ധർമ്മത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി വെറും ശാരീരിക ആസ്വാദനത്തിന് നടക്കുന്ന ഒരു ലോകത്ത് ധർമ്മവും നന്മയും ആര് നോക്കുന്നു? ആരാണതിനൊക്കെ ശ്രദ്ധിക്കാനുള്ളതെന്ന്? ആരാണതിനൊക്കെ കൂടെ നിൽക്കാനുള്ളത്? കൈക്കൂലിയുടെയും തിന്മകളുടെയും നുണപറച്ചിലിന്റെയും വഞ്ചനയുടെയും ഒരു ലോകത്ത് ന്യായത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാര്? വിശുദ്ധ ഇസ്ലാം വിളിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് വെളിച്ചം കിട്ടിയ സ്വഹാബിയത്താണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പുണ്യ നബിയുടെ അരികത്ത് നിന്ന് ദീനിന് ഖിദ്മത്ത് ചെയ്ത മഹദിയാണ്. അവരുടെ ഉപ്പയാണ് അമ്പിയാക്കന്മാർ സ്വർഗത്തിൽ കിടന്നാൽ പിന്നെ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഈ ബീവിയുടെ ഉപ്പയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.